ഈ മൺസൂൺ ആർട്ട് ക്യാമ്പില് ആശംസാ പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ വിഷമിച്ചു പോയി. എന്ത് പറയണം എന്നുള്ളതൊന്നും അറിയാം. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മേശപ്പുറത്ത് 2 കുപ്പിയിരിക്കുന്ന കാണുന്നത്. അപ്പോൾ ഈ മൺസൂൺ ആർട്ട് ക്യാമ്പിന്റെ അതിന്റെ ശരിയായിട്ടുള്ള വില എന്താണ്, ജനങ്ങളത് എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് ആ 2 കുപ്പി കണ്ടപ്പോൾ മനസ്സിലായി. എന്നുവെച്ചാല് ഈ മൺസൂൺ പ്രകൃതിദത്തമായ ഈ വർഷം ഉദ്ഘാടക പ്രസംഗം പറഞ്ഞ മാതിരി കണ്ണീരുന്നോ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സമൃദ്ധമായിട്ട് വെള്ളം ഇത്രയും വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോ നമ്മൾ കുടിക്കുവാനുള്ള വെള്ളം പോലും കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കേണ്ട ഒരു ഗതികേടിൽ എത്തിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പരിസ്ഥിതി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാണ് ഈ ദുരവസ്ഥയിലെത്തിയത്. ഇനി ആ കുപ്പി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് നല്ല വെള്ളമാണെന്ന്. അതാണ് അതിനേക്കാളും കഷ്ടം. 1 ലിറ്ററിന് 10-15 രൂപ കൊടുത്തിട്ട് അത് വായിച്ചു നോക്കിയാണ് നമ്മൾ നോക്കി. പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെയാണ് അതിൽ എഴുതിയേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ആൻഡ് ബിവറേജ് ആക്ടിലെ ഒരു നിബന്ധനകളും ഈ വെള്ളത്തിന് ബാധകമല്ല. ഇത് മിനറൽ വാട്ടർ അല്ല. മിനറൽ വാട്ടറിന് മാത്രമേ ഈ നിയമങ്ങളൊക്കെ ബാധകമാകുള്ളൂ. ഇനി ഇത് നമ്മൾ ചവനപ്രാവശ്യന്മാരെയാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നെല്ലിക്ക മുഴുവൻ ഉപയോഗിച്ചാലും ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ചവനപ്രാവശ്യത്തിന്റെ 10-1 ഉണ്ടാക്കാൻ കഴിയില്ല. അതേമാതിരി തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ സ്പ്രിങ്സും നീരുറവയിൽ നിന്നുള്ള വെള്ളം എടുത്താലും ഇവിടെ വിൽക്കുന്ന മിനറൽ വാട്ടർ ഒരാഴ്ചത്തേക്ക് തികയില്ല. ഇത് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഈ സംഗതി ഇങ്ങനെ നിറച്ച് കുപ്പിയിലിട്ടാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും അത് നല്ല വെള്ളമാണ്, കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമാണ്. ഒരു നിയമവും ഇതിന് ബാധകമല്ല. ഇതിനെ വേറൊരു ഈ സാഹചര്യത്തില് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സംഗതിയാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത്രയും വർഷമായിട്ട് പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന ഈ വെള്ളം ഇവിടെ സംഭരിക്കുവാനോ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുവാനോ ഇവിടുത്തെ പാടങ്ങൾ നികത്താണ്ടിരിക്കുവാനോ മലകൾ ഇടിച്ചുനിരത്താണ്ടിരിക്കുവാനോ കാടുകൾ വെട്ടിത്തെളിക്കുവാനോ ഇതൊന്നിനും കഴിവില്ലാത്ത ഭരണാധികാരികൾ എങ്ങനെയാണ് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്ന് എനിക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. ജനങ്ങളെങ്കിലും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ RLB സ്കൂളുമായിട്ടുള്ള നേരത്തെ മരിച്ചുകൊണ്ട് ഒരു 5-6 വർഷം മുമ്പ് കാർബൺ മലിനീകരണ വിരുദ്ധ സമിതിയുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് RLB സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതിൽ പലരും ഇന്നുണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, പൂർവ്വ വിദ്യാർത്ഥികൾ, അന്ന് അവിടെ വന്ന് കരിമൂൽ ജംഗ്ഷനിലെ ക്യാൻവാസിലെ മലിനീകരണത്തിനെ കുറിച്ചുള്ള പല ചിത്രങ്ങളും വരയ്ക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെ എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്ന എല്ലാ RLB പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളോടും ഇവിടെ ഇന്ന് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.